വാർത്തകൾ വിശദമായ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ കോൾപ്പടവുകളിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം. അനിലക്കര, ടി.എൻ. പ്രതാപൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ജില്ലാ കളക്ടറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരും സമരത്തിൽ തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറ് വടക്ക് മേഖലകളിൽ, അതായത് തൃശൂർ കോർപ്പറേഷൻ പൊല്ലഴി മുതൽ വെങ്കിടങ്ങ്, ബാവറട്ടി, മുല്ലശ്ശേരി, തോളൂര്, അടാട്ട് തുടങ്ങി ഏകദേശം 10ഓളം പഞ്ചായത്തുകളിലെ നെൽകൃഷിക്ക് ആവശ്യമായ വെള്ളം ചിമ്മിനി ഡാമിൽ നിന്നും നേരത്തെയുള്ള പദ്ധതി പ്രകാരം വന്നുകൊണ്ടിരുന്നതാണ്. ആ വെള്ളം ഇതുവരെ ഈ ദിവസങ്ങളായിട്ട് വരുന്നില്ല. അവിടുത്തെ നെൽകൃഷി പരിപൂർണമായി നശിച്ചു. പാടം വിണ്ടുകീറി, കുടിക്കാൻ വെള്ളമില്ല. 20ഓളം പഞ്ചായത്തിലെ കുടിവെള്ളം പൂർണ്ണമായും ഇല്ലാതായി. പഞ്ചായത്തുകൾക്ക് പോലും കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള അനുമതിയും കൊടുക്കുന്നില്ല. കളക്ടറുടെ ഭാഗത്തുനിന്നും ന്യായമായ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കും. വിവരങ്ങളുമായി അനീഷ് ആന്റണി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, തൃശ്ശൂരാണ് ഇത്തരത്തിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഉപരോധ സമരമൊക്കെ നടക്കുന്നത്. അനിലക്കരയും ടി.എൻ. പ്രതാപനും ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ കുത്തിയിരിപ്പ് സമരമൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഈ ഒരു സമരം തുടങ്ങിയത്? എന്താണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ടി.എൻ. പ്രതാപൻ, അതുപോലെ അനിലക്കര തുടങ്ങി മറ്റ് ചില പ്രദേശത്ത്, തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഇപ്പോൾ ടി.എൻ. പ്രതാപൻ പറഞ്ഞ 10ഓളം പഞ്ചായത്തുകളിലേക്ക് വെള്ളമെത്താത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയാണ് കളക്ടറെ കാണാനായിട്ട് ഇന്ന് രാവിലെ എത്തിയത്. ഈ വിഷയം കളക്ടറെ ധരിപ്പിക്കുക, അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവരൊക്കെ ഇവിടേക്ക് എത്തിയത്. കളക്ടറിന്റെ ചേംബറിന് മുന്നിൽ അല്പനേരം കാത്തു നിന്നു. കളക്ടർ ആ സമയത്ത് ഒരു മീറ്റിംഗിലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കളക്ടർ അടുത്ത മീറ്റിംഗ് വിളിച്ചു എന്നാണ് ഇവർ ഈ ടി.എൻ. പ്രതാപനൊക്കെ പറയുന്നത്. അതായത് ജനപ്രതിനിധികൾ ഇവരെ കളക്ടറെ കാണാൻ കളക്ടറുടെ ചേംബറിന് പുറത്തു നിൽക്കുമ്പോഴും ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വീണ്ടും ഇവരെ ജനപ്രതിനിധികളെ അകത്തേക്ക് കയറ്റാതെ വീണ്ടും അടുത്തൊരു മീറ്റിംഗ് തുടങ്ങി ജനപ്രതിനിധികളെ കണ്ടില്ലെന്ന് നടിച്ചു എന്നാരോപിച്ചാണ് ഇത്തരത്തിൽ ഇവർ കളക്ടറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടന്നത്. നിലവിലിപ്പോൾ കളക്ടർ ഇവരെല്ലാം അകത്തേക്ക് വിളിച്ചിട്ടുണ്ട്. ടി.എൻ. പ്രതാപൻ, അനിലക്കര ഉൾപ്പെടെയുള്ളവർ കളക്ടറുമായി ചർച്ച നടത്തുകയാണ്. ഈ വിഷയം തൃശ്ശൂരിന്റെ പടിഞ്ഞാറൻ മേഖലയുള്ള കോൾപ്പാടങ്ങൾ, അതായത് പുല്ലഴി, വെങ്കിടങ്ങ്, അതുപോലെ മനക്കൊടി, അതുപോലെ അരിമ്പൂർ ഉൾപ്പെടെയുള്ള വലിയ പാടശേഖരമാണ്, വലിയ കോൾപ്പാടമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ. ഇവിടേക്ക് കുടിവെള്ളം എത്തുന്നത് ചിമ്മിനി ഡാമിൽ നിന്നാണ്. ചിമ്മിനി ഡാമിനെ ആശ്രയിച്ചാണ് ഈ പ്രദേശങ്ങളിലൊക്കെ കൃഷിക്കായി വെള്ളം എത്തുന്നത്. ഈ പ്രദേശത്തൊക്കെ കൃഷി നടത്തുന്നത് ചിമ്മിനി ഡാമിലെ വെള്ളം എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കൃഷി ഇറക്കുന്നത്. പക്ഷെ നാളുകളായി ഈ വേനലാണ്, നമുക്കറിയാം, കുടിവെള്ളം കൃഷിക്കുള്ള വെള്ളമൊന്നും ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയാണ്. വേനലായി മറ്റു വേണ്ട തുടങ്ങി സ്വാഭാവികമായും ചിമ്മിനി ഡാമിൽ നിന്നും ഡാം തുറന്ന് വെള്ളം കൃഷിക്കായി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇതുമൂലം ഈ വലിയ പാടശേഖരങ്ങളൊക്കെ നെൽകൃഷി കരിഞ്ഞുടങ്ങി എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേരള വിഷൻ തന്നെ നേരത്തെ വാർത്ത നൽകിയിരുന്നു. വെള്ളം എത്തുന്നില്ല, കർഷകർ പ്രതിഷേധത്തിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. എന്നിട്ടും ഈ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ വെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. കൃഷി പലയിടത്തും കരിഞ്ഞുടങ്ങി, പുളി കയറുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ കണക്കിലെടുത്താണ് ഈ കൃഷി ഇത്തരത്തിൽ വെള്ളമില്ലാതെ കൃഷി കരിഞ്ഞുടങ്ങുന്ന ആ പ്രദേശത്തുള്ള പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരും അതുപോലെ അനിലക്കരയും ടി.എൻ. പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ എത്തി കളക്ടറെ കണ്ട് നിവേദനം കൊടുത്തു. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് രാവിലെ എത്തിയത്. അപ്പോഴാണ് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത മീറ്റിംഗ് തുടങ്ങി ഇവരെ അകത്തേക്ക് വിളിക്കാതെ വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഇവർ ഈ കളക്ടറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രതിഷേധം അധികം വൈകുന്നതിന് മുൻപ് തന്നെ കളക്ടർ ഇവരെ ഇപ്പോൾ മീറ്റിംഗിനായി അകത്തേക്ക് വിളിച്ചിട്ടുണ്ട്. കളക്ടർ, ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അനിലക്കരയും ടി.എൻ. പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കളക്ടറുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഈ ചർച്ചയുടെ പരിണത ഫലം എന്താണെന്നുള്ള ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. അത് അവർ തന്നെ പറയുമെന്നാണ് കരുതുന്നത്. അടിയന്തരമായി ശാശ്വത പരിഹാരം കാണും. ചിമ്മിനി ഡാമിനുള്ള വെള്ളം ഈ കോൾപ്പാടങ്ങളിലേക്ക് എത്തിക്കും, കൃഷിക്കായി വെള്ളം എത്തിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. എന്തായാലും അവർ പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ ഇതിൽ തീരുമാനം എന്താണ് ഉണ്ടായതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അരുണിമ, ശരി, വ്യക്തമാണ്. തൃശൂർ കോൾപ്പടവുകളിലാണ് വെള്ളമില്ലാത്തതിനെ തുടർന്ന് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഉപരോധം സംഘടിപ്പിക്കുന്നത്. അനിലക്കരയും ടി.എൻ. പ്രതാപൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് തൃശൂരിൽ ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരിക്കുന്നത്. വേനൽ കടക്കുന്നതോടെ കൃഷിയിടങ്ങളെല്ലാം വറ്റി വരളുന്ന ഒരു സാഹചര്യമാണ്. വെള്ളം കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. ഈ ഒരു ആവശ്യമൊക്കെ മുൻനിർത്തിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കുത്തിയിരിപ്പ് സമരം നടത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.